സൗദി അറേബ്യ ഇപ്പോൾ ഇറാന് രഹസ്യമായി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗൾഫ് മേഖലയെ ഇറാൻ അമേരിക്ക യുദ്ധം എങ്ങനെ ബാധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായിരുന്നാലും ഇപ്പോൾ സൗദി അറേബ്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യ എക്സ്പെക്ട്സ് ഇറാൻ വുഡ് ലിമിറ്റ് എനി സ്ട്രൈക്സ് ടു US bases ഇൻ സൗദി ടെറിട്ടറി ആൻഡ് അക്രോസ് ദി ഗൾഫ്. ഗൾഫിലെയും അതുപോലെ സൗദി അറേബ്യയിലുമുള്ള അമേരിക്കൻ ബേസുകളെ മാത്രമേ ഇറാൻ ലക്ഷ്യം വെക്കൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. while Riyadh would remain neutral and refrain from retaliating against Iran. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഇറാനെതിരെ ആക്രമണത്തിന് ഉണ്ടാവുകയില്ല. അതേസമയത്ത് സൗദി അറേബ്യ പറയുന്നത് ഒരു ശക്തമായ ആക്രമണം ബേസുകൾക്ക് നേരെ ആക്രമിച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങൾ ഒരിക്കലും ഇറാനെതിരെ ഒരു സൈനിക നടപടി സ്വീകരിക്കുകയില്ല. അതേസമയം ശക്തമായ ആക്രമണങ്ങൾ അമേരിക്കൻ ബേസുകളിലാണെങ്കിലോ അതല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങളുടെ ഏതെങ്കിലും സാമ്പത്തിക സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ഞങ്ങളുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇറാനോട് രഹസ്യമായി വാണിംഗ് നൽകിയിരിക്കുന്നത്. അതേസമയം യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാഷ്ട്രങ്ങളിലേക്കും വ്യാപിക്കുന്ന ഒരു യുദ്ധം ആവണം എന്നാണ് ഇപ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതാണ് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുക. അവരുടെ സാമ്പത്തിക സംവിധാനങ്ങളെല്ലാം തകർക്കാൻ അതിലൂടെയായിരിക്കും സാധിക്കുക. അതുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യുദ്ധം തുടങ്ങിയാൽ അത് മേഖല വ്യാപിക്കുന്ന വ്യാപകമായ ഒരു യുദ്ധമായിരിക്കും, പരിമിതമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇറാൻ പല ഘട്ടങ്ങളിലും ഏതെങ്കിലും രാഷ്ട്രങ്ങൾ അമേരിക്കക്ക് ആക്രമിക്കാനുള്ള സഹായങ്ങൾ നൽകിയാൽ അവരെ അടിക്കും എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ രീതിയിലല്ല ഇറാന്റെ നീക്കങ്ങൾ. ഇറാൻ പറയുന്നത് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്താൽ അത് മേഖലയിൽ പടരുന്ന യുദ്ധമായിരിക്കും, വ്യാപക യുദ്ധമായിരിക്കും എന്നാണ്. അതോടൊപ്പം മറ്റൊരു പ്രസ്താവനയും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ പ്രതിരോധത്തിന്റെ മാർഗമായിരുന്നു സ്വീകരിച്ചിരുന്നത് എങ്കിൽ ഞങ്ങളുടെ യുദ്ധരീതി ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്, ഇനി ഞങ്ങൾ ആക്രമണത്തിന്റെ തലങ്ങളെയാണ് സ്വീകരിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറാന് നേരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയായിരുന്നു ഇതുവരെ ഞങ്ങൾ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് തൊട്ടടുത്ത രാഷ്ട്രങ്ങളോടെല്ലാം ഞങ്ങൾക്കെതിരെ വായു നൽകരുത്, വ്യോമതലങ്ങൾ നൽകരുത്, നിങ്ങളുടെ കര നൽകരുത്, ഇതെല്ലാം പറഞ്ഞിരുന്നത് ഇറാന് വേണ്ടിയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതിരോധം എന്നത് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്, ആക്രമണത്തിന്റെ തലങ്ങളിലേക്ക് പോവുകയാണ് എന്നാണ്. ആ ആക്രമണത്തിന്റെ തലങ്ങൾ വരുമ്പോഴാണ് അമേരിക്കയുടെ താല്പര്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന മിഡിൽ ഈസ്റ്റിലെല്ലാം വ്യാപകമായി ആക്രമിക്കുക എന്നത്. അപ്പോഴായിരിക്കും അതൊരു വ്യാപകമായ യുദ്ധമാവുക. അത് തന്നെയാണ് ഇറാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം ആരംഭിച്ചാൽ അത് മേഖല വ്യാപിക്കുന്ന യുദ്ധമായിരിക്കുമെന്ന്. അത് ഈ രാഷ്ട്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ഇറാന്റെ ആക്രമണം ഉണ്ടാവുക എന്ന വ്യക്തമായ സൂചനയാണ്. അതിനു മുന്നിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഭയപ്പെടുന്നത്. അതിൽ നിന്ന് ഇറാൻ ഒഴിവാകാൻ തന്നെയാണ് ഈ അറബ് രാഷ്ട്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു രഹസ്യമായ വാണിംഗ് ഇറാന് നൽകുന്നത്. ഇറാന്റെ അത്തരത്തിലുള്ള ആക്രമണത്തെയാണ് അമേരിക്കയും ഇസ്രയേലും എല്ലാം ഭയപ്പെടുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. എന്നാൽ അതോടൊപ്പം തന്നെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അത്ര ശക്തമായ രീതിയിൽ അമേരിക്കയുടെ ഭാഗത്ത് ആക്രമണം ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ബേസുകളിൽ മാത്രം ആക്രമണം നടത്തുന്ന രീതി ഉണ്ടാകും. പക്ഷേ ഇസ്രയേലിന്റെ താല്പര്യം അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ലക്ഷ്യം ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് മിസൈൽ സംവിധാനങ്ങളെല്ലാം തകർത്തെറിയുക എന്നതാണ്. അതിന് ഒരിക്കലും ഇറാൻ അടിയറവ് വെക്കുകയില്ല. പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഏത് നീക്കങ്ങളെയും ഇറാൻ തീർച്ചയായും അതിനോട് ഇറാൻ പ്രതികരിക്കും. എന്നാൽ അറബ് രാഷ്ട്രങ്ങളുടെ ഈ പ്രതികരണത്തിൽ നാം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ വലിയ ഭീതി അവർക്കുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയെ മൂക്കയറിട്ടുകൊണ്ടാണ് അറബ് രാഷ്ട്രങ്ങൾ ഒമാനിലുള്ള ചർച്ചയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തുർക്കിയിൽ നിശ്ചയിച്ചിരുന്ന ചർച്ച ഇറാന്റെ നിർബന്ധം കൊണ്ട് അത് തുർക്കിയിൽ നിന്ന് മാറ്റി ഒമാനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം തുർക്കി എന്ന് പറയുന്നത് ഒരു നാറ്റോ രാഷ്ട്രമാണ്. മാത്രമല്ല പ്രവിശ്യയിൽ ഇറാനും തുർക്കിയും എന്ന് പറയുന്നത് പരസ്പരം മത്സരിക്കുന്ന രണ്ട് ശക്തികളാണ്. അതോടൊപ്പം തന്നെ സിറിയയിലുള്ള അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. ഇങ്ങനെ പല രീതിയിലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ തുർക്കിയിൽ നിന്ന് അതാവാൻ ഇറാന് താല്പര്യമില്ല. അതേസമയത്ത് ലോകത്തെ
ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നിടത്ത് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രമാണ് ഒമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒമാനിൽ വെച്ചാകാമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ആദ്യം ഇതിനെ US തള്ളിക്കളഞ്ഞിരുന്നു, ഈ ചർച്ച ഒഴിവാക്കിയിരുന്നു. അതേസമയത്ത് 9-ലധികം അറബ് രാഷ്ട്രങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ അമേരിക്ക വരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചർച്ചയിൽ അമേരിക്കക്ക് താല്പര്യമില്ല എന്നാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചർച്ച ചെയ്യരുത്, ആ ചർച്ച എങ്ങനെയെങ്കിലും അലസി പിരിയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അമേരിക്കയെ ഇറാനെതിരെയുള്ള യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാനാണ് ഇസ്രയേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതോടൊപ്പം തന്നെ മൊസാദ് തലവൻ ജമീറുമായി, അവിടുത്തെ സൈനിക തലവനുമായി ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന മിഡിൽ ഈസ്റ്റിലെ ട്രംപിന്റെ പ്രതിനിധി വെറ്റ്കോഫ് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയിൽ പ്രധാനമായും ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന കാര്യം അവരുടെ മിസൈൽ സംവിധാനങ്ങൾക്ക് ലിമിറ്റ് വെക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ആണവ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രോക്സികൾക്ക് നൽകുന്ന സഹായം, ഇത് മൂന്നും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം റെഡ് ലൈൻ ആണ്. എന്നാൽ ഈ കാര്യങ്ങൾക്കൊന്നും ഇറാൻ ഇപ്പോൾ തയ്യാറല്ല. ഇറാൻ ആണവ കരാറിൽ മാത്രമേ ചർച്ച ഒതുക്കുകയെന്നാണ്. ആണവ കരാറിൽ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇറാന് പരാജയമല്ല, അതൊരു പക്ഷേ നേട്ടമാണ്. കാരണം അങ്ങനെ ഒരു കരാറിൽ എത്തുമ്പോഴാണ് ഉപരോധങ്ങൾ പിൻവലിക്കുക. കരാറിൽ എത്തുന്നതോടുകൂടെ ആ ഒരു വിഷയത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഉപരോധങ്ങൾ, യൂറോപ്പ് മുന്നോട്ട് വെച്ച ഉപരോധങ്ങൾ പിൻവലിക്കാൻ കാരണമാകും. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശക്തി മെച്ചപ്പെടുത്താൻ സാധിക്കും. അത് സൈനികപരമായി മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ നീക്കങ്ങളെയൊന്നും ഇസ്രയേൽ അംഗീകരിക്കുന്നില്ല. ഇറാന് അങ്ങനെ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അതൊരു ഭാഗത്ത് നേട്ടമായിരിക്കും. രണ്ടാമത്തെ കാര്യം യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് മാറ്റുക എന്നതാണ്. ഇത് ഇസ്രായേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇറാൻ ആ വിഷയത്തിന് തയ്യാറല്ല എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മിസൈൽ വിഷയവുമായി ചർച്ചയിലേക്ക് വന്നാൽ ഇറാന്റെ പ്രതിനിധി ഇറങ്ങിപ്പോകും എന്നുവരെ ഇറാൻ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അറബ് രാഷ്ട്രങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത്തരം ഒരു ചർച്ചയിലേക്ക് അമേരിക്ക വരുന്നത്. ഈ യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അറബ് രാഷ്ട്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യ മുന്നോട്ട് വെച്ച പരിമിതമായ ആക്രമണം എന്ന് പറയുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം പരിമിതമായ ആക്രമണങ്ങളിലൂടെ ഉണ്ടാകുന്ന കേടുപാടുകൾ അവർക്ക് പരിഹരിക്കാൻ സാധിക്കും. അതേ സമയത്ത് ഇറാനെ തകർക്കുവാനും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ലക്ഷ്യങ്ങൾ അതുവഴി നേടിയെടുക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ശക്തമായ ആക്രമണങ്ങൾ ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ ആക്രമിച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങൾ രംഗത്തിറങ്ങുകയില്ല എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അമേരിക്കക്ക് അനുകൂലമായ ഒരു വലിയൊരു ഭാഗം അവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ വ്യാപകമായ യുദ്ധം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു തലങ്ങളെയും അവിടെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയിൽ ഒരു ചെറിയ സ്ട്രൈക്ക് അവരുടെ ബേസുകളിൽ നടത്തുക എന്നതിൽ വിജയിക്കുന്നത് അമേരിക്ക തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള ചെറിയ കേടുപാടുകൾ പരിഹരിക്കുക എന്നത് നിസ്സാരമായ കാര്യമാണ്. എന്നാൽ വലിയ രൂപത്തിൽ അതിനെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ അവിടെയുള്ള സംവിധാനങ്ങളെല്ലാം തകർക്കാൻ കഴിയും. അങ്ങനെയുള്ള നീക്കങ്ങളിലേക്ക് എത്താനും പാടില്ല എന്ന റെഡ് ലൈൻ വെക്കുന്നതോടുകൂടെ യഥാർത്ഥത്തിൽ ഇറാന് പ്രതികൂലമായ രീതിയായിരിക്കും ഇവിടെ ഉണ്ടാവുക. എന്നാൽ പരസ്യമായ രീതിയിൽ ഇസ്രയേലും അതുപോലെ തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അതിലൊരു കക്ഷിയാകാൻ ഞങ്ങളില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തീരുമാനം യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താല്പര്യങ്ങളിൽ ഒതുങ്ങുന്നതാണ്. അങ്ങനെ ഈ അറബ് രാഷ്ട്രങ്ങൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ, അവരുടെ വ്യോമ മേഖലയോ മറ്റോ നൽകി കഴിഞ്ഞാൽ ഇറാൻ ആക്രമിക്കും. അപ്പോൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള താല്പര്യങ്ങളാണ് ഇറാൻ നശിപ്പിക്കുക. പ്രത്യേകിച്ച് എണ്ണ സംവിധാനങ്ങൾ, അതുപോലെ ഓരോ അറബ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെയൊക്കെ ഉണ്ട്. അതിനു നേരെ ആക്രമണം നടത്തുന്നതിൽ നിന്ന് അമേരിക്കക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ അറബ് രാഷ്ട്രങ്ങൾ ഇതിൽ ഇറങ്ങാതിരിക്കുക എന്നത് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കൂടെ താല്പര്യമാണ്. എന്നാൽ ഈ രാഷ്ട്രങ്ങൾ അമേരിക്കക്കോ ഇസ്രയേലിനോ അനുകൂലമായ ഇറാനെതിരായ ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ എന്തായാലും ഇറാൻ ആക്രമിക്കുമെന്നതിൽ സംശയമില്ല. ആ ആക്രമണങ്ങൾ അമേരിക്കയുടെ നെഞ്ചത്തായിരിക്കും വീഴുക എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഈ അറബ് രാഷ്ട്രങ്ങളുടെ നീക്കങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ആവശ്യങ്ങളായി തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക.